പറുത ധരിക്കുന്നത് ഫ്രീഡമാണ്, ചോയ്സ് ആണെന്ന് പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ സാധാരണ രീതിയിൽ മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയോട് അല്ലേ ഒരു കറുത്ത ചാക്കിനകത്ത് ജീവിതകാലം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു വലിയ ശിക്ഷയായിരിക്കും, പണിഷ്മെൻ്റ് ആയിരിക്കും, അതൊരു വലിയ സഫറിങ് ആയിരിക്കും അല്ലേ. പക്ഷേ ചെറുപ്പകാലം മുതൽ തന്നെ നിങ്ങളെ തലയിലേക്ക് അന്ധവിശ്വാസം അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഐഡിയോളജീൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അടിമയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സഫറിങ് ആണെന്ന് നിങ്ങൾ പുറമെ പറയില്ല. ആ സഫറിങ്ങിനെ നിങ്ങൾ ഫ്രീഡമായിട്ടും നിങ്ങൾ ചോയ്സ് ആയിട്ടും അതെന്തോ മഹത്തരമായ എന്തോ ഒരു കാര്യമായിട്ടും ഒക്കെ കാണാൻ നിങ്ങളെ പഠിപ്പിക്കും, നിർബന്ധിച്ച് പഠിപ്പിക്കും അല്ലേ. അവസാനം നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. നിങ്ങൾ ഈ ഒരു മതത്തിൻ്റെ അടിമയായി ജീവിതകാലം മൊത്തം കഴിച്ചു തീർക്കും അല്ലേ. ഇതുപോലെ തന്നെയാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്, ജീവിതത്തിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ് അല്ലേ. യുക്തിപരമായി പറയുകയാണെങ്കിൽ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ല. നിങ്ങൾ ആക്സിഡൻ്റലി ജനിച്ചുപോയി, നിങ്ങളുടെ ബോഡിക്ക് കുറേ നീഡ്സ് ഉണ്ട്, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മരണം വരെ ഓടുന്നു, അത് കുറേ വേദന അനുഭവിക്കുന്നു, അവസാനം മരിക്കുന്നു അല്ല. ഇത്രമാത്രം ഇതാണ് ശരിക്കും ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ചെറുപ്പകാലം മുതൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെ സമൂഹം നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്ധവിശ്വാസം, ജീവിതത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസം. ജീവിതം വളരെ മേന്മയേറിയ ഒരു സംഭവമാണ്, വളരെ വിലപ്പെട്ട ഒരു സംഭവമാണ്, അമൂല്യമാണ് അല്ലേ. ജീവിതം നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാട് അനുഭവിച്ചാലും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഇതിനൊക്കെ വലിയ എന്തോ ഒരു അർത്ഥമുണ്ട്. ഓക്കെ, ഇതൊന്നും സഫറിങ് ആണെന്ന് നമ്മൾ പറയാൻ പാടില്ല അല്ലേ. സഫറിങ്ങിനൊക്കെ താണ്ടി പോകാനുള്ളൊരു മനോധൈര്യം നമുക്ക് വേണം, ഇല്ലെങ്കിൽ സമൂഹം നിങ്ങളെ കളിയാക്കും. എന്നിട്ട് നിങ്ങൾ വിജയം നേടണം ജീവിതത്തിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളൊരു വലിയ വിഡ്ഢിയാക്കി സമൂഹം വളർത്തും അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് എത്ര തന്നെ യുക്തി പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇതിന് അടിമയായി കഴിഞ്ഞു. മതത്തിന് അടിമയാവുന്ന പോലെ തന്നെ ഈ ഒരു അന്ധവിശ്വാസം നിങ്ങൾ അടിമയായി കഴിഞ്ഞു. അപ്പോൾ പലരും എക്സ്റ്റിങ്ഷനിസത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് ഭൂരിഭാഗം പേരും ചിലപ്പം ജീവിതം കണ്ടിന്യൂ ചെയ്യാനല്ലേ ചൂസ് ചെയ്യാം. നിങ്ങൾ പറയുന്നല്ല ഇവിടെയുള്ള എല്ലാം വംശനാശം വന്ന് പോകണമെന്ന് നിങ്ങൾ പറയുന്നത്, പക്ഷേ ഇത് നമ്മളെ ചോയ്സ് അല്ലേ. എത്ര സഫറിങ് ഈ ലോകത്തുണ്ടെങ്കിലും അതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ അനുഭവിക്കണം എന്നുള്ളത് പിന്നെ നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ ചോയ്സ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇത് തന്നെയാണ് ആ മുസ്ലിം സ്ത്രീകളും പറയുന്നത്. എത്ര കഷ്ടപ്പാടാണെങ്കിലും പറഞ്ഞാൽ ഞാൻ ധരിച്ചോളാം അല്ലേ, അതെൻ്റെ ചോയ്സാണ്. ഇവിടെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾ ഈ പറയുന്ന ചോയ്സ്, ജീവിതം തുടർന്ന് കൊണ്ടുപോകണം, എത്ര തന്നെ സഫറിങ് ഉണ്ടായാലും ജീവിതം തുടർന്ന് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ പറയുന്ന ചോയ്സ്, അതൊരു യുക്തിപരമായ തീരുമാനമല്ല. അത് നിങ്ങളുടെ അടിമത്തമാണ് വിളിച്ചോതുന്നത്. നിങ്ങൾ സമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങളുടെ അടിമയായി കഴിഞ്ഞു എന്നാണ് തെളിയിക്കുന്നത്.